ഞാൻ എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് സ്ക്രീൻ ഓൺ ആവുകയും വീണ്ടും ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് സ്ക്രീൻ ഓഫ് ആകുന്നതും കാണാം. ഇനി അത്യാവശ്യ ഘട്ടത്തിൽ എനിക്ക് സ്ക്രീൻ ഓൺ ചെയ്യണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഫോണൊന്ന് ഇതുപോലെ താഴ്ത്തി പൊക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട്. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ നമുക്ക് ഈ പവർ ബട്ടൺ ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ നമുക്ക് ഓൺ ചെയ്യാൻ സാധിക്കും. പല സാഹചര്യത്തിലും നമ്മുടെ പവർ ബട്ടൺ വർക്ക് ചെയ്യാതാകാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് തവണ നമ്മൾ ഈ പവർ ബട്ടൺ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ പവർ ബട്ടൺ കംപ്ലൈൻ്റ് ആകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രോപ്പറായ കവറല്ല ഫോണിന് ഉപയോഗിക്കുന്നതെങ്കിലും പല ഘട്ടത്തിലും പവർ ബട്ടൺ വർക്ക് ചെയ്യാതാകാറുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിലൊക്കെ നമുക്ക് ഫോൺ ഓൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഡബിൾ ടാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫോണൊന്ന് താഴ്ത്തി പൊക്കുകയോ ഒക്കെ ചെയ്താൽ തന്നെ നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഓൺ ആകുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്യാനുള്ള സെറ്റിങ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ആദ്യം നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ ഡബിൾ എന്ന് സെർച്ച് ചെയ്യാം. നിങ്ങൾക്കിവിടെ സെർച്ച് ചെയ്ത സ്പെല്ലിങ് കാണാം. ഡബിൾ എന്ന് സെർച്ച് ചെയ്താൽ ഡബിൾ ടാപ്പ് ടു വേക്ക് ഓർ ടേൺ ഓഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും. ചില ഫോണിൽ എഴുത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും എന്നേ ഉള്ളൂ. ജസ്റ്റ് അത് ഓപ്പൺ ചെയ്താൽ അതിനകത്ത് ഡബിൾ ടാപ്പിൻ്റെ ഓപ്ഷൻ ഇതുപോലെ ഉണ്ടാകും. അതിൻ്റെ ബട്ടൺ ഒന്ന് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. പിന്നീട് ഫോണിൻ്റെ സ്ക്രീൻ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് പവർ ബട്ടൺ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ തന്നെ സ്ക്രീൻ ഓൺ ആവുകയും ഡബിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് ഓഫ് ചെയ്യാനും സാധിക്കും. പിന്നെ ചില ഫോണുകളിൽ സെൻസർ കംപ്ലൈൻ്റ് ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. അങ്ങനെയുള്ളവർക്ക് ഞാൻ മറ്റൊരു ഓപ്ഷൻ കൂടി പറഞ്ഞു തരാം. അതിനായിട്ട് നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ RAISE റേസ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് റേസ് ടു വേക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അത് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തും അതേ ഓപ്ഷൻ കണ്ടെത്തണം. ചില ഫോണിൽ കുറച്ച് താഴോട്ടൊക്കെ ആയിരിക്കും. എന്നിട്ട് അതേ ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങളുടെ ഫോൺ ലോക്കാണെങ്കിലും ഫോൺ ചെറുതായിട്ടൊന്ന് റേസ് ചെയ്ത് കൊടുത്താൽ ചെറുതായിട്ടൊന്ന് ചലിപ്പിച്ചാൽ തന്നെ നമുക്ക് സ്ക്രീൻ ഓണായി കിട്ടും. ഒരുപാട് ശക്തിയായിട്ടൊന്നും ഷെയ്ക്ക് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഇതുപോലെ അനക്കി കൊടുത്താൽ തന്നെ സ്ക്രീൻ ഓൺ ആകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.